സുരേഷ് ഗോപി ഇന്നലെ എനിക്കൊന്ന് കേരള ഭൂമിക്കാണ് ഒരു പുള്ളിയുടെ വികസന പദ്ധതികൾ ഗുരുവായൂരും തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ ടൂറിസം ആണല്ലോ പുള്ളിയുടെ സംബന്ധിച്ചൊരു വർത്തമാനമൊക്കെ പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ? ഇവിടുത്തെ പത്രക്കാർക്കെല്ലാം മനസ്സിലായോ? ഇല്ല, മനസ്സിലായതുപോലല്ല ലിങ്ക് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് വേറെ ലെവലിലുള്ള നേതാവാണ്, നല്ല വിഷ്ണുതയാണ്. ഇവിടെ നമ്മളെ പത്രക്കാരുടെയും നമ്മളെ രാഷ്ട്രീയക്കാരുടെയും പക്ഷേ ഇവർ ഈ തൊട്ട് മുന്നിലുള്ള സാധനമേ കാണുള്ളൂ. അതായത് ഒരു ഹൈലൈറ്റ് മാസ് ലൈറ്റ് സ്ഥാപിക്കുക, ഓട വൃത്തിയാക്കുക, അതിൽ നിന്ന് ഉള്ള കാശുണ്ടാക്കുക, അതിന് പത്രക്കാർക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സ്ഥലക്കാർ നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുക ലോക്കലി. ഇതാണ് നമ്മുടെ ഒരു ഈ രീതി. അപ്പോൾ അതൊരു ഭയങ്കര വികസന നായകനായി മാറ്റും. എനിക്ക് ചില വികസന നായകന്മാരെ കാണുമ്പോൾ ചിരി വരാറുണ്ട്. 4 ലക്ഷത്തിൻ്റെ ബസ് സ്റ്റോപ്പ്, ഞാൻ 1 ലക്ഷത്തിന് ഉണ്ടാക്കി കൊടുക്കാം ബസ് സ്റ്റോപ്പ്. 15 ലക്ഷം ആ, ഇത് നമ്മൾ ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ടല്ലോ, അവരോട് നമുക്ക് ബഹുമാനം തോന്നുന്നതുകൊണ്ട് അവർ അത്ര കളിയൊന്നും കളിക്കാറില്ല. ഇപ്പോൾ പൈസ തിരിച്ചടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഊരാളുങ്കൽ ആരും കണ്ടിട്ടുണ്ട്, ഇവരെ മാഫിയ ഉണ്ട്. അവരെല്ലാവരും ഊരാളുങ്കലിനെതിരെ തിരിഞ്ഞിരിക്കുക. പിണറായി വിജയൻ എന്തോ സ്വകാര്യ സ്വത്ത് എന്ന രീതിയിൽ അവർ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല നമുക്ക് എന്താ പറയുക, സസ്റ്റെയിൻ ചെയ്യുന്ന വർക്കാണ്, അല്ലാതെ ഈ പറഞ്ഞ ഒരു മയക്കത്ത് ഒലിച്ചു വന്ന വർക്കല്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പിണറായി വിജയനാണ് എനിക്കുള്ള ബഹുമാനം. അത് ഊരാളുങ്കലിനെ പോലെ ഈ മാഫിയനെ, ഈ കോൺട്രാക്ടർ മാഫിയനെ മറികടന്നുകൊണ്ട് ഊരാളുങ്കലിന് കൊടുക്കാൻ തീരുമാനം എടുക്കണമെങ്കിൽ അതിന് അത്ര ശക്തനായ നേതാവിനെ പറ്റുള്ളൂ. അതുപോലെ തന്നെ നരേന്ദ്രമോദി അങ്ങനെ തന്നെയാണ്. ചില തീരുമാനം അദാനിക്ക് കൊടുക്കേണ്ട അദാനിക്ക് കൊടുത്താലേ പറ്റുള്ളൂ. അത് വേറെ തന്നെ കൊടുത്താൽ അവൻ അതിൽ കോംപ്രമൈസ് ചെയ്യും. അദാനി ലാഭം ഉണ്ടാക്കും, ഊരാളുങ്കലിൽ ലാഭം ഉണ്ടാകും, അത് കാര്യം വേറെ. അത് പൊളിറ്റിക്കൽ വില്ലുമാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വേറൊരു തലത്തിൽ നിൽക്കുന്ന വിഷ്ണുയാണ്. അങ്ങനെ ആളെ അച്യുതമേനോൻ. സത്യം ഇവിടെ അച്യുതമേനോൻ കൊണ്ടുവന്നതല്ലേ ഉള്ളൂ. അച്യുതമേനോൻ രാഷ്ട്രീയക്കാരനാണെങ്കിലും അതിൻ്റെ അപ്പുറത്തുള്ള വിഷയമുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ കൊണ്ടുവന്ന് സർട്ടിഫിക്കേഷൻ കൊണ്ട് പ്രധാനപ്പെട്ട വികസനങ്ങളെല്ലാം തന്നെ അച്യുതമേനോൻ കൊണ്ടുവന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം KL സ്ഥാപിച്ച അദ്ദേഹമാണ്. അതിപ്പമാർ ഈ ഉത്തരേന്ത്യയിലെ ഗോസായിമാരുടെ പൈസ വാങ്ങി തൊഴിലാളി സമരം നടത്തിയാൽ ആദ്യത്തെ ഈ ഗിയർലെസ് ഇലക്ട്രിക് സ്കൂട്ടർ KL ഇറക്കിയതാണ്, മോഡൽ ഉണ്ടാക്കിയാണ്. ഇപ്പോഴും ഓടുന്നുണ്ട് തിരുവനന്തപുരത്തൂടെ ആ സാധനം, ഇപ്പോഴും ഓടുന്നുണ്ട് അത്. അതിൻ്റെ അപ്പോൾ അവിടെ സമരം അതെന്താണെന്ന് വെച്ചാൽ ഈ ജപ്പാനിൽ വിട്ട് പഠിപ്പിച്ചു അച്യുതമേനോനെ, ഈ പറഞ്ഞ ഒരു കക്ഷീനെ, ഇവിടുത്തെ എഞ്ചിനീയറിനെ. അയാൾ കരമനുള്ള ആളാണ്. അപ്പം എന്നിട്ട് ജപ്പാനിൽ വിട്ട് പഠിപ്പിച്ചിട്ട് അയാളാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഈ ഗിയർലെസ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ KL വരുമ്പോൾ എന്താണ് KL അങ്ങ് ഏറ്റെടുത്തു. KL പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് ഉത്തരേന്ത്യയിലെ ഈ വാഹന നിർമ്മാണ ലോബി ഉണ്ടല്ലോ, അവർ ഇവിടുന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ഉണ്ടായി. ഒരു കാര്യമില്ല, സ്ട്രൈക്ക് ഉണ്ടായി. സ്ട്രൈക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും, പക്ഷെ അതെങ്ങനെ വന്നു നിങ്ങൾ ആലോചിച്ചാൽ മതി. ഉത്തരേന്ത്യയിലെ വാഹന ലോബിയെ സംബന്ധിച്ച് ഒരുത്തൻ രക്ഷപ്പെടാൻ ഉപയോഗിക്കില്ല. രാജൻപിള്ള, ഈ യൂസഫ് അലി സാദും രവി പിള്ളയൊക്കെ രക്ഷപ്പെട്ടത്, ജോയി ഒക്കെ രക്ഷപ്പെട്ടത് ദുബായിലായിരുന്നു. ഇവിടെ ആരും സമ്മതിക്കില്ല. എന്നിട്ട് ഇവിടെയുള്ള ഭയങ്കര തൊഴിലാളികളെ സമരം ചെയ്ത് KLൻ്റെ അവസ്ഥ ഇപ്പം എന്താ? ഇപ്പോഴും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോഴേക്ക് ഇത് ഒരു സ്വന്തം കാലം നിൽക്കേണ്ട സ്ഥാപനമായി മാറേണ്ടതാണ്. ഇത് അച്യുതമേനോൻ കൊണ്ടുവന്നതാണ്. കെൽട്രോൺ വിഷ്ണു നമ്മൾ തന്നെ നശിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പം കെൽട്രോൺ നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടാണ് കിട്ടും. നിങ്ങൾ അതുകൊണ്ടായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൈനുകളൊക്കെ നിർമ്മിക്കുന്ന കെൽട്രോണാണ്. കെൽട്രോൺ അതല്ലേ ഭയങ്കര ലാഭത്തിലാണ് കെൽട്രോൺ. എത്രത്തോളം അതിൻ്റെ ലിസ്റ്റ് ഭയങ്കര ഉദ്യോഗസ്ഥ കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. ആദ്യം അവർ ഇടക്കാലത്ത് അവർ ചെയ്തത് ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമ്പോൾ ഇത് റീബാൻഡ് ചെയ്ത് വെക്കുകയായിരുന്നു ഈ ക്യാമറാസൊക്കെ, ട്രാഫിക്. അത് മാറ്റിപ്പോൾ നമ്മുടെ മൈനുകൾ, ലാൻഡ് മൈനുകൾ, ആൻറ്റി ടാങ്ക് മൈനുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇവരാണ്. എന്നിട്ട് അതിൽ പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് മഹാരാഷ്ട്രയിലേക്ക് അയക്കും. മഹാരാഷ്ട്രയിൽ നിന്നാണ് അതിൽ RDX നിറയ്ക്കുന്നത്. അതോടുകൂടിയാണ് പ്രോപ്പർ മൈനാവുന്നത്. അപ്പോൾ ഇവിടെ സേഫായിട്ട് ഉണ്ടാകാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അത് അതുപോലെ തന്നെ മറ്റേ ഇവിടെ ബ്രഹ്മോസ് സത്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ് സഹായത്തോടു കൂടി ആ സാധനം രക്ഷപ്പെട്ടത്. വേറെന്താ സാധനമായിരുന്നല്ലോ ഇവിടെ. ബ്രഹ്മോസ് നിന്നപ്പോഴത്തെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ബ്രഹ്മോസിൻ്റെ ഫാക്ടറി ഇല്ലേ, അത് അടച്ചു കൂട്ടാൻ പോയ വേറൊരു ഫാക്ടറി ആയിരുന്നല്ലോ ഇവിടുത്തെ. ഇതിൻ്റെ വേഗം മറന്നുപോയി. അത് ബ്രഹ്മോസ് ഡിഫൻസ് ഏറ്റെടുത്തോട് കൂടിയിട്ടാണ് DRDO രക്ഷപ്പെട്ടത്. എന്നാൽ 15 സാധനം ചെയ്തിരുന്നു, പരിഗണന കിട്ടുന്നില്ല. ഇപ്പം പെർഫോമൻസ് നോക്കി ഞങ്ങൾ ജോലിക്ക് കയറി മരിക്കുന്നവരെ സർവീസിലിരിക്കുക, ഒന്നും ചെയ്തില്ലെങ്കിൽ പീരിയോഡിക്കലി പിന്നെ എന്താ പറയുക, ഈ പറയുന്നതിനെ മാതിരി പ്രൊമോഷൻ. അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നിങ്ങളെ പെർഫോമൻസ് ബേസാ, നിങ്ങൾ അത് വിചാരിച്ചിട്ട് ജോലിക്ക്. അപ്പോൾ ഇപ്പം എന്താണ്, പെർഫോം ചെയ്യുന്നവരെങ്കിൽ അവിടെ ജോലിയുണ്ട്. അന്ന് 15 സമരം ചെയ്തിരുന്നു. ബ്രഹ്മോസ് ആയതെന്തോ ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഓരോ നഗരത്തിനും നമ്മുടെ
സത്യത്തിൽ വലിയ കീറാമുട്ടിയൊന്നല്ല ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. ഓരോ നഗരത്തിനും സത്യത്തിൽ കൃത്യമായി ഇവിടെ ഒന്നുകിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നഗരം അല്ലെങ്കിൽ രാജകുടുംബം ഉണ്ടാക്കിയ നഗരങ്ങൾ എവിടെയുള്ളൂ. അവർ രണ്ടുപേരും ഇത് ഉണ്ടാക്കിയ സമയത്ത്, ഈ നഗരങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് യൂറോപ്പിൽ അന്നത്തെ സിസ്റ്റം ഇറിഗേഷൻ ഈ പറയുന്ന കനാൽ സിസ്റ്റമൊക്കെ, ഇറിഗേഷൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കനാൽ സിസ്റ്റമൊക്കെ അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കനാലുകളൊക്കെ എന്ത് ചെയ്തു, ഒരു 70s 80s ഗൾഫ് ബൂം വന്നതോട് കൂടിയിട്ട് വലിയ വികസനം നമ്മുടെ നാട്ടിലുണ്ടായി. ഈ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് പലരും എന്ത് ചെയ്തു, കണ്ണായ സ്ഥലത്തൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കി. ഈ ബിൽഡിങ്ങിനിടയിൽ ഉള്ളിൽ കൂടെ ഇന്ന് ഓടകളൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ബിൽഡിംഗ് വന്നപ്പോൾ ഈ ഓടകൾ അടഞ്ഞു. ഇപ്പോൾ എന്താ ഈ മദ്രാസിൻ്റെ അവസരം, മഴ ചെയ്ത് കഴിഞ്ഞാൽ നനയും. ഇത് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്, തിരുവനന്തപുരത്ത് ഈ തച്ചടി പ്രഭാകരൻ്റെ മോൻ അച്ഛൻ്റെ ഗുണമുള്ള ഒരാളാണ് ബിജു പ്രഭാകരൻ. അതേപോലെ കളക്ടറായിരുന്ന സമയത്ത് ഇവിടെ ഒരു ദിവസം ഭയങ്കര നമ്മുടെ അമ്പാനി റെയിൽവേ സ്റ്റേഷൻ മുങ്ങിപ്പോകുന്ന അവസ്ഥയായി. അദ്ദേഹം പോയ മേപ്പൊക്കെ എടുത്ത് ഓപ്പറേഷൻ അനന്തം സ്റ്റാർട്ട് ചെയ്തു. കുഴിച്ചൊക്കെ പല പ്രമുഖ വ്യവസായികളുടെയും കെട്ടിടത്തിനടിയിൽ കൂടെയാണ് ഈ ഓട പോകുന്നത്. അദ്ദേഹം കുറേയൊക്കെ വലിച്ച് പുറത്തിട്ട് അതിനുശേഷം ഗവൺമെൻറ് മാറി കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടില്ല. അപ്പോൾ അതിനുശേഷം കുറേ കാലം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത്. ഇതിപ്പോൾ ഈ വെള്ളം മൊത്തം ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് പാർവതി പുത്തനാറിലേക്ക് പോകുന്നൊരു സംവിധാനമായത്. രാജകുടുംബകാലത്ത് ചെയ്ത മാപ്പിംഗ് കൃത്യമാണ്. അത് പേടി ഈ അഴിമതി ഇല്ലാത്തതുകൊണ്ട് ആരെയും പ്രീതിപ്പെടുത്താൻ ആവശ്യം വളഞ്ഞിരിച്ചാൽ പോവില്ല, അല്ലെ തല ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് വർഷം തരും. അപ്പോൾ ഇങ്ങനെ ഓരോ നഗരത്തിൽ ഇപ്പോൾ ശക്തൻ രൂപം നൽകുന്ന നഗരമാണ് പിന്നെ തൃശ്ശൂർ. അതുപോലെ കോഴിക്കോടൊന്നും എൻ്റെ കുട്ടിക്കകത്ത് ഞാനൊരു വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ബിൽഡിംഗ് വന്നു. അപ്പം ഇതിനെയൊക്കെ മറികടക്കുന്ന ഇത് അറിയുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിൽ, അതുകൊണ്ടാണ് അദ്ദേഹം 10 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അതിന്റെ അർത്ഥം അതായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നുകിൽ നഗരവികസനം പോലുള്ള വകുപ്പ്, അതല്ലെങ്കിൽ നീതി ആയോഗ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വകുപ്പ്. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ശക്തൻ പിന്നെ അവിടെ ബസ് സ്റ്റാൻഡ് അദ്ദേഹത്തെ സ്വന്തം ഇനീഷ്യേറ്റീവിലാണ് അദ്ദേഹം ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഓരോ നഗരത്തെ പറ്റി അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ട്. അത് തൃശ്ശൂരിനെ പറ്റി പ്രത്യേകമുണ്ട്. എസ്പെഷ്യലി അപ്പോൾ അദ്ദേഹത്തെ സംസാരിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മുടെ നാട്ടിലെ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് പോകുന്ന ബിസിനസ്, എന്ത് ബിസിനസ്സും ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമല്ല, ഇവിടെ എൻവയോൺമെൻറ്റ് നശിച്ചു. അപ്പം ഈ സ്വിറ്റ്സർലാൻഡൊക്കെ ചെയ്ത പോലെ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ബിസിനസ്സാണ്. ഇപ്പം വാച്ച് നിർമ്മാണം പോലെയുള്ള അത്തരം കാര്യങ്ങളാണ്. പിന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് മനസ്സിൽ. ഇപ്പോൾ ടൂറിസം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്, ഒന്ന് ഇവിടെ ഈ സിസ്റ്റം അത്രമാത്രം സിസ്റ്റമാറ്റിക് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും. ഇപ്പം അടുത്ത് തന്നെ ഈ കോവളത്ത് ഒരു ടൂറിസ്റ്റ് കുറ്റിക്കാട്ടിന് മരിച്ച രീതി കണ്ടെത്തി. ആരാ ഒന്നൊന്നും അറിയില്ല. അവസാനം 2 പയ്യന്മാരെ പിടിച്ചു. അല്ലെന്നും പറയപ്പെടുന്നു. പിന്നെ ഇവരെ നോക്കി വായ്നോട്ടം. നമ്മുടെ ആളുകളുടെ സംസ്കാരം തന്നെ മാറേണ്ടതുണ്ട്. 3-4 കേസ് നല്ല ആക്ഷൻ വന്നാൽ മാറും ഇത്. അത് പോലീസ് ഒന്ന് അലേർട്ടായാൽ മതി. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ടൂറിസം ഡെവലപ്മെൻറ്റിന് വന്ന കൃത്യമായ പാക്കേജ് ഉണ്ട്. അപ്പം അതായത് ട്രൈബൽ ടൂറിസം, അതുപോലെ തന്നെ റിലീജിയസ് ടൂറിസം, ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലവുമാണ് തൃശ്ശൂർ. അപ്പോൾ ആ ഒരു ചാനൽ, പക്ഷേ പ്രോപ്പർ റോഡുകൾ വേണം, കൃത്യമായ പോലീസിങ് വേണം, നല്ല അമ്യൂണിറ്റി സെൻ്ററുകൾ വേണം. ഇതെല്ലാം പുള്ളിയുടെ മനസ്സിൽ കാണും. ഇതെല്ലാം മൂപ്പരുടെ മനസ്സിലുണ്ട്. പിന്നെ റോഡുകളുടെ വികസനം, ഇൻറ്റീരിയർ ആയിട്ടുള്ള റോഡുകളുടെ വികസനം, ആദിവാസി കോളനികളുടെ വികസനം, വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അതാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതി. അത് മുമ്പത്തെ പോലെ നടപ്പിലാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കാൻ പോകും. അത് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരണം. ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നേതാക്കന്മാർ യാതൊരു കാരണവശാലും MP MLA ആവുമെന്നുള്ളതാണ് ഒരു കാര്യത്തെ പറ്റി. അതാണ് പ്രശ്നം. ഈ ആദ്യ കാലഘട്ടത്തിലെ വിഷണറി ലീഡേഴ്സ് ആയിരുന്നു. അതിൽ പലരും CPI-ക്കാരായിരുന്നു. CPI-യുടെ ഒരു കാലത്തെ ലീഡർഷിപ്പ് വെച്ചാൽ വല്ലാത്ത വിഷണറീസ് ഉള്ള ലീഡർഷിപ്പായിരുന്നു. ഇപ്പോൾ അച്യുത മേനോന്, MM ഗോവിന്ദൻ നായർ, TV തോമസ്, ഇപ്പം തന്നെ നിങ്ങൾ സംസാരിച്ചാൽ മതി. ഈ രാജാജി മത്തി തോമസ് ഒക്കെ അല്ലേ, എങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന നോക്കണം. അങ്ങനെയൊക്കെ കൃത്യം വിഷനുള്ള ആളാണ്. ഇത്തരം വിഷനുള്ള ആളുകൾ പൊതുവെ CPM കുറവാണ്. CPM-ൽ ഈ പറഞ്ഞ ആളുകൾ കൂടുതലായതുകൊണ്ട് ഈ താഴെ തട്ടുന്ന വന്ന ആളുകളാണ്. ഇവർ മുമ്പ് റഷ്യയിലൊക്കെ പോയി ഈ ലോകം കണ്ടുവന്ന ആളുകളായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് ആ ധാരണ ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരന് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അപ്പനെ ജയിച്ചോളണം. അതായത് ഇപ്പോൾ CPI ഒക്കെ പാർട്ടി ഫണ്ട് ചെയ്യും. ഇതിൽ ആ പരിപാടി ഇല്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ഇലക്ഷൻ എങ്ങനെ ജയിക്കാമെന്ന് ആലോചിക്കും. ഇത് പറഞ്ഞപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ ഇലക്ഷന് മുമ്പ് നമ്മുടെ ചാനൽ തന്നെ ഈ MP-മാരുടെ ഒരു ഫണ്ടിൻ്റെ ചിലവഴിക്കുന്ന പരിശോധിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ 19 MP-മാരും 20 MP-മാരുണ്ടല്ലോ ഇവിടെ, കുഞ്ഞാലിക്കുട്ടി മാത്രം 2 കൊല്ലം വരുന്നില്ല. കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അനുവദിച്ച് 5 കോടി രൂപ പൂർണ്ണമായിട്ട് ചിലവാക്കിയത്. ബാക്കി എല്ലാവരും 7 കോടിക്കപ്പുറം 9 കോടി ചിലവാക്കിയത് എനിക്ക് തോന്നുന്നു കൊല്ലത്ത് MP ഉണ്ട്.
ചിലവാക്കിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഈ 7 കോടി ചിലവാക്കിയതിൻ്റെ എന്തിന് ചിലവാക്കി എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാനുള്ള അറിവില്ലായ്മ കൊണ്ടാണോ ഈ അലസത കൊണ്ടാണോ കൊടുത്തിട്ടില്ല? അതുകൊണ്ട് ബാക്കി ഫണ്ട് രണ്ടും കൂടി കൊണ്ടാണ്. ഇതൊരു ഇങ്ങനെയാണ് ഈ സിസ്റ്റം എന്നുള്ളത് കൊണ്ടാണ്. അത് കോമ്പറ്റീറ്റീവായി 2 MP ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരും ചെയ്യാൻ നോക്കുന്നത്. അത്ര ആളുകളെ സ്റ്റാഫിൽ എടുക്കേണ്ടതായിട്ട് വരും. ടെക്നിക്കൽ നോഹൗ ഉള്ള ആളുകളെ സ്റ്റാഫിൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം മലപ്പുറത്ത് കുഞ്ഞാപ്പ് അങ്ങനെ ചെയ്തതിൻ്റെ ഗുണം നാട്ടിൽ കാണാൻ പറ്റും. അവിടെ റോഡുകളൊക്കെ നല്ല രസമാണ്. പണ്ട് നമ്മുടെ ഇയാളുടെ ലാലു പ്രസാദ് യാദവിൻ്റെ ആശയം പറഞ്ഞ പോലെ ഹേമാമാലിനിയുടെ കവള് പോലത്തെ റോഡുകളാണ് മലപ്പുറത്ത്. കുഞ്ഞാപ്പ അത് അവർക്ക് അങ്ങനെ ആ ഒരു പരമായി നാടിന് വേണ്ടി ഈ ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യാം. താരതമ്യേന അഴിമതി കുറവാണ്. ഇത്തരം ഫണ്ടുകൾ പൊതുവെ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് 2 ജില്ലകളാണ്. ഒന്ന് കോട്ടയമാണ്, മാണിസാറിൻ്റെ മാണിസാർ ഇരുന്ന സമയത്ത്, പിന്നെ മലപ്പുറമാണ്. പക്ഷേ കോട്ടയത്ത് കുറച്ച് അഴിമതി കൂടുതലായിരുന്നു, എന്താ വെച്ചാൽ ഈ കോൺട്രാക്ടർ ബേസ്. പക്ഷേ മലപ്പുറത്ത് താരതമ്യേന കുറവാണ്. കാരണം അവിടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ലീഗുകാർക്ക് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ വേണം. ഡെവലപ്മെൻറ്റ് നിരന്തരം അവിടെ ഒരു ടെറൈൻ ആയതുകൊണ്ട് ഡെവലപ്മെൻറ്റ് നിരന്തരമായിട്ട് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ അകന്നു പോകും. അതിൻ്റെ ഒരു വ്യത്യാസം ശീലം ഉണ്ടായതുകൊണ്ട്. കാരണം പണ്ടുതൊട്ടേ ശീലമുണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു വിഷയം എനിക്ക് തോന്നുന്നത് കൊച്ചി മെട്രോ അങ്ങോട്ട് തൃശ്ശൂരേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അല്ല, അത് വേണ്ട പ്രൊജക്റ്റുമാണ്. കേരളം ഒരു വലിയ നഗരമല്ലേ. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു, കാരണം കൊച്ചി നിങ്ങൾ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അറിയാം, ഈ പറഞ്ഞ എറണാകുളത്തെ വൈകുന്നേരമുള്ള വണ്ടികളുണ്ടല്ലോ, കണ്ണൂർ വരെയൊക്കെ പോകുന്നത്, ഐലൻഡ് എക്സ്പ്രസ്. ഐലൻഡ് എക്സ്പ്രസ് അല്ല എൻ്റെ പേര്. അതിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഭയങ്കര ബ്ലോക്കാണ് ഹൈവേയിൽ. സുരേഷ് ഗോപി ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആളുകൾ കൊച്ചി മെട്രോ അങ്ങോട്ട് മാറ്റാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ബുദ്ധിമുട്ടാന്ന് പോയി. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് എടുത്തു വെച്ച സ്ഥലമുണ്ട്. അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അവിടെ ജാതിക്ക മരൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആലുവ ബേസ് ചെയ്ത സിനിമകൾ ജാതിക്ക തോട്ടം എന്നുള്ള പാട്ടൊക്കെ കേട്ടില്ലേ. ഈ ജാതിക്ക തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതൊക്കെ അക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ സുരേഷ് ഗോപി വേറെ അവിടെ ചെയ്യാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന പീച്ചി, ഒരുപാട് ഈ പറയുന്ന ഹൈ റേഞ്ച്, ഈ കൊച്ചി തൃശ്ശൂരുള്ള ഒരുപാട് ഹൈ ടെറൈൻ ഉണ്ടല്ലോ. പ്രധാനമായിട്ട് എന്താണ് മൃഗശാല ഇരിക്കുന്ന സ്ഥലം, പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടമൊക്കെ എന്ന് വെച്ചാൽ വളരെ ഈ മറ്റേ സിനിമ വന്നതോടുകൂടി, ബാഹുബലി സിനിമ വന്നതോട് ഇൻ്റർനാഷണലി ഫെയിമാണ്. ബാഹുബലിയിൽ ഇതെല്ലാം കൂടി കൂട്ടിയെടുത്ത ഒരു സ്ഥലമാണ്. അങ്ങനെ വെള്ളച്ചാട്ടം ലോകത്ത് എവിടെയും ഇല്ല. അതൊക്കെ മൂപ്പർക്ക് മാർക്കറ്റൈസ് ചെയ്യാൻ പറ്റും. ഗുരുവായൂരും പുള്ളിക്ക് ചെയ്യാൻ പറ്റും. സ്പിരിച്വൽ അല്ല, അത് ഓൾറെഡി മാപ്പിലുള്ള മോഡി ഗവൺമെന്റ് മാപ്പിലുള്ള. അപ്പൊ അന്ന് അത് ഇയാൾക്ക് ഈ ടൂറിസം വകുപ്പ് കൊടുത്തിരുന്നല്ലോ. ആർക്ക് അൽഫോൻസ് കണ്ണന്താനത്ത് കൊടുത്തിരുന്നു. അൽഫോൻസ് കണ്ണന്താനത്ത് പ്രധാനമായിട്ട് അന്ന് പ്രധാനമന്ത്രി ഓഫീസിലെ ഫയൽ വെക്കുന്ന പരിപാടി സുരേഷ് ഗോപി ഇറങ്ങി ചെയ്യുമല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എയിംസ് കൊണ്ടുവരിക എന്നുള്ള. തൃശ്ശൂർ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒല്ലൂർ മണ്ഡലത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. രാജാജി അതല്ല, രാജാജി MLA 4000 കോടിയുടെ പദ്ധതികളാണ് മൂപ്പര് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പക്ഷേ പിന്നെ മൂപ്പര് തോറ്റുപോയി. കാരണം മൂപ്പര് അധികം ആളുകൾ സംസാരിക്കാൻ സോപ്പടിക്കുന്നില്ലാത്തതുകൊണ്ട് ആളുകൾ ജ്ഞാനപ്പുറത്ത് നിറക്കി വിടണോ. ആളുകൾക്ക് അങ്ങനെയാണല്ലോ. ആളുകൾക്ക് എപ്പോഴും അവളെ തോൾ കൈയിട്ട് നടക്കുന്ന ആളുകൾ ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഇത്തവണയാണ് തൃശ്ശൂർക്കാരെ മാറി ചിന്തിച്ചത്. സുരേഷ് ഗോപി അങ്ങനെ തോൾ കൈയിട്ട് നടക്കുന്ന ആളൊന്നല്ല. പക്ഷേ നാടിന് വികസനത്തിന് ഗുണം ചെയ്യും. ഒന്നെങ്കിൽ തൃശ്ശൂർ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആലപ്പുഴ വരാൻ സാധ്യതയുണ്ട്. എയിംസ് പക്ഷെ തൃശ്ശൂർ വരുന്നതായിരിക്കും പുള്ളിക്ക് കൂടുതൽ ഗുണം. മൂപ്പർക്ക് ഗുണം. പക്ഷെ മൂപ്പർ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ആളല്ല. മൂപ്പര് പിന്നെ ഈ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് തുടങ്ങിയപ്പോൾ അതിൻ്റെ സബ് സെൻറ്റർ ഒന്ന് തിരുവനന്തപുരത്തുണ്ട്, ഒന്ന് തിരുവല്ലയുണ്ട്. തിരുവല്ല എങ്ങനെ വന്നു വെച്ചാൽ BC നാട്ടുകാരായിരുന്നു. അതുപോലെ മൂപ്പര് അതിൻ്റെ സബ് സെൻറ്റർ എന്തെങ്കിലും ഇവിടെ തുടങ്ങും. മാത്രമല്ല ഈ മെട്രോ വന്നു കഴിഞ്ഞാൽ മെട്രോ ആലപ്പുഴയിലേക്കും ഭാവിയിൽ നീളും സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു 10-30 വർഷം മുൻകൂട്ടി കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതികളൊക്കെയാണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവുക. അത് പ്രധാനമായിട്ട് ഇരിക്കുന്ന അർബൻ ഡെവലപ്മെന്റ് തന്നെയാണ്. ഈ പറയുന്ന വെള്ളക്കെട്ട്, ട്രാഫിക്. അപ്പോൾ അത് ആളുകളുടെ സഹകരണം വേണം. അല്ലെങ്കിൽ സുരേഷ് ഗോപി മണ്ടത്തരം കാണിക്കാതെ വന്നിരുന്നോടെ നിങ്ങളവിടെ ഈ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ ബിഗ് ബോസിൽ ജിൻഡോ മണ്ടനാന്ന് പറഞ്ഞ് നടന്നില്ലേ. അവസാനം മനസ്സിലായില്ലേ ഏറ്റവും വീരുള്ള ആൾ ജിൻഡോ ആയിരുന്നു. അതുപോലെയാണ് സുരേഷ് ഗോപിയുടെ കാര്യം. നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കും പോകത്തേക്കാണ് ഇയാൾ മണ്ടനാന്ന് പറഞ്ഞാൽ അദ്ദേഹം വീരുള്ള ആൾ, അദ്ദേഹം കാര്യങ്ങൾ നടക്കും. നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അദ്ദേഹത്തിന് എളുപ്പമാവും. ഇല്ലെങ്കിൽ കാര്യം നടക്കും. പക്ഷേ ആ കാര്യം നടക്കുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് ഉദ്ധമരായിട്ടുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.